വിശദമായ വാർത്തകളിലേക്ക്. ശബരിമലയിൽ വൻ ഭക്തജനത്തിരക്ക്. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. മിൽമ, കേരളം കണികണ്ടുണരുന്ന നന്മ. തങ്കയങ്കി ഘോഷയാത്ര അല്പസമയത്തിനകം ശബരിമല സന്നിധാനത്തെത്തും. തങ്കയങ്കി ചാർത്തി മഹാദീപാരാധനയും നടക്കും. സന്നിധാനത്ത് നിന്ന് വിവരങ്ങളുമായി CV അനുമോദ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അനുമോദ്, ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവർക്ക് പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തമാണ് ഈ തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന ദർശിക്കുക എന്നുള്ളത്. ഈ ഘോഷയാത്ര ഇപ്പോൾ എവിടം വരെ എത്തിയിട്ടുണ്ട്? എങ്ങനെയായിരിക്കും ഇനിയുള്ള ചടങ്ങുകൾ? തങ്കയങ്കി സന്നിധാനത്തേക്ക് കൊണ്ടുവരാൻ ദേവസ്വത്തിൻ്റെയും പോലീസിൻ്റെയും വിവിധ വകുപ്പുകളുടെയും പ്രതിനിധികൾ തന്ത്രിയുടെ അനുവാദം വാങ്ങി മല 18-ാം പടി ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ 6:30-ക്ക് മുൻപായിട്ട് അവർ തങ്കയങ്കിയുമായി തിരിച്ചെത്തും. അതിനുശേഷമാണ് തങ്കയങ്കി ചാർത്തിയുള്ള മഹാദീപാരാധന. നമുക്കറിയാം, ഇത് വർഷത്തിൽ ഒരു തവണ മാത്രമാണ് തങ്കയങ്കി അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്നത്. 1973 ചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണ് 451 പവൻ തൂക്കം വരുന്ന ഈ ഒരു തങ്കയങ്കി ഭഗവാന് സമർപ്പിച്ചത്. ആറന്മുള ക്ഷേത്രത്തിലാണ് ഇത് സൂക്ഷിക്കുന്നത്. വർഷത്തിലൊരിക്കൽ മാത്രം കൊണ്ടുവരും. ഇന്നും നാളെയും മണ്ഡലപൂജയ്ക്ക് മുന്നോടിയായി മണ്ഡലപൂജയുടെ തലേ ദിവസം കൊണ്ടുവന്ന് ദീപാരാധനയ്ക്ക് അണിയിക്കും. അതിനുശേഷം പിന്നെ അണിയിക്കുക മണ്ഡലപൂജയുടെ സമയത്താണ്. അത് ഇക്കുറിയത് നാളെയാണ്. നാളെ 10:30-ക്കും 11:30-ക്കുള്ള മുഹൂർത്തത്തിലാണ് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന ഉണ്ടാവുക. ആ ചടങ്ങുകളൊക്കെ തന്നെ ഒരു വശത്ത് പുരോഗമിക്കുമ്പോൾ മുൻ വർഷങ്ങളിലൊന്നും കാണാത്ത രീതിയിലുള്ള ഒരു തിരക്കാണ് സന്നിധാനത്ത് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ഇപ്പോൾ ഈ തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയുടെ ചടങ്ങുകൾ അതിനുവേണ്ടി തങ്കയങ്കി കൊണ്ടുവരുവാൻ വേണ്ടി ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തുമ്പോൾ ഇന്ന് 1 മണി മുതൽ 6 മണി വരെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് അയ്യപ്പന്മാർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് വലിയ തിരക്ക് അനുഭവപ്പെട്ട് പമ്പയിൽ മണിക്കൂറുകൾ കാത്തുന്ന അയ്യപ്പന്മാർ ഇപ്പോഴും ഇവിടെ കാത്തുനിൽക്കുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. ഇന്ന് രാത്രി വലിയ തിരക്ക് തന്നെയായിരിക്കും ഉണ്ടാവുക. കാരണം നാളെ രാവിലെ 9:45 വരെ മാത്രമാണ് നെയ്യഭിഷേകത്തിനുള്ള അവസരമുണ്ടാവുക. മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോട്ടയം, പത്തനംതിട്ട ജില്ലയിലെ ഇടത്താവളങ്ങളിൽ കുടുങ്ങിപ്പോയ അയ്യപ്പന്മാർക്ക് ഒരുപക്ഷെ പമ്പയിലെത്തുവാനും സാധിച്ചിട്ടുണ്ടായിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഈ നാളെ രാത്രിക്കുള്ളിൽ വന്ന് ദർശനം നടത്തി പോകണമെങ്കിൽ വലിയ കഠിനമായ പരീക്ഷണം തന്നെ നേരിടേണ്ടി വരും. കാരണം അത്രമാത്രം തിരക്കുള്ള സാഹചര്യമാണുള്ളത്. നാളെ ദർശനം നടത്തിയില്ലെങ്കിൽ പിന്നെ അവർ 3 ദിവസം 30-ാം തീയതി വരെ കാത്തു നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകും. അത്തരത്തിൽ വലിയ തിരക്കിലൂടെയാണ് സന്നിധാനം കടന്നു പോകുന്നത്. അതേസമയം വിധിപ്രകാരമുള്ള ചടങ്ങുകൾ കൃത്യമായി പുരോഗമിക്കുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തങ്കയങ്കി സന്നിധാനത്തെത്തും. തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന 6:30-യോടെയാകും ഉണ്ടാവുക. ശരി, അല്പസമയത്തിനകം തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തും. 6:30 തങ്കയങ്കി ചാർത്തിയുള്ള മഹാദീപാരാധന നടക്കും. ദീപാരാധന ദർശിക്കുവാൻ അടക്കം വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. CV അനുമോദാണ് വിശദാംശങ്ങൾ നൽകിയത്. പമ്പയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുവദിച്ചാൽ വാഹനങ്ങൾ വഴിയിൽ തടയുന്ന പ്രശ്നം പരിഹരിക്കാമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. പമ്പ പാർക്കിംഗിൽ 2 ആഴ്ച മുമ്പ് അപേക്ഷ നൽകിയിട്ടും കോടതി ഇടപെടാതിരിക്കുന്നത് സങ്കടകരമാണ്. നിലയ്ക്കൽ നിറയുമ്പോഴാണ് വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരുന്നതെന്നും പ്രശാന്ത് പറഞ്ഞു. 11 മണിക്ക് ശേഷം വരുന്ന ആളുകളെ നമുക്ക് നിലയ്ക്കൽ നിന്ന് കയറ്റിവിടാൻ പറ്റില്ല. കാരണം നമ്മൾ 5 മണിക്കാണ് ഇവിടെ നട തുറക്കുന്നത്. നാളെ ഇതില്ല, കുഴപ്പമില്ല. നാളെ ഇപ്പം നമുക്ക് 3 മണിക്ക് തന്നെ തുറക്കുകയില്ലേ. നാളെ 3 മണിക്ക് തുറക്കുകയില്ലേ. കുറേ അങ്ങനെ ഉണ്ട്. കുറേ ഇപ്പം നമുക്കറിയാം, തമിഴ്നാട്, ആന്ധ്ര അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ നിന്നെത്തുന്നവർ ഈ തങ്കയങ്കി ദീപാരാധന വേണ്ടി കണ്ടേ ഇറങ്ങൂ എന്നുള്ളൊരു താല്പര്യമുണ്ട് അവർക്ക്. ഇതിപ്പോൾ നമുക്ക് ഇവരോട് അഭ്യർത്ഥിക്കാനല്ലേ പറ്റുള്ളൂ. നമുക്ക് മറ്റെന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. അപ്പം പരമാവധി നമ്മൾ അഭ്യർത്ഥിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ഒരു താല്പര്യമാണ്. നമുക്ക് അവരെ എങ്ങനെയാണ് നമുക്കത് ശാസിക്കാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് നടത്തി. ദേവസ്വം ബോർഡും പോലീസും തമ്മിൽ ഒരു ശീതസമരവും ഇല്ല.
മണ്ഡലകാല മകരവിളക്ക് മഹോത്സവം നന്നായി നടത്തണമെങ്കിൽ പോലീസിൻ്റെ സഹായമില്ലാതെ പറ്റില്ല. അതിൽ പോലീസിൻ്റെ സഹായം അടിയന്തരമായി കൂടിയേ തീരൂ. അത് പരമാവധി അവർ തരുന്നുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ പാർക്കിങ്ങുമായി ഇപ്പം നമുക്ക് ഈ എരുമേലിയിലും പിന്നെ അവിടെയൊക്കെ പിടിച്ചിടേണ്ടി വരുന്നു എന്ന് പറയുന്നു. ശരിയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? നിലയ്ക്കലിൽ പാർക്കിംഗ് വലിയ വാഹനങ്ങൾ നിറയുമ്പോഴാണ് അല്ലേ? നിലയ്ക്കലിൽ ഇപ്പോൾ 7000-ഓളം പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട്. കഴിഞ്ഞ 10 ദിവസം മുമ്പ് ഞങ്ങൾ വീണ്ടും ബോർഡ് കൂടി ഈ 2500 വാഹനങ്ങൾക്ക് കൂടി പാർക്കിംഗ് ഹിൽ ടോപ്പിൽ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും റിവ്യൂ ഫയൽ ചെയ്തു. അത് ഇതുവരെ കോടതി അനുവദിച്ചിട്ടില്ല എന്നുള്ളത് സങ്കടകരമാണ്. ആ പ്രശ്നം ഒന്ന് പരിഹരിച്ചാൽ സത്യത്തിൽ ഈ 2500 വാഹനങ്ങൾ ഇവിടെ, ചെറിയ വാഹനങ്ങൾ ഇവിടേക്ക് വന്നാൽ അവിടെ 2000-ഓളം വാഹനങ്ങൾക്ക് നിലയ്ക്കലിൽ അധികമായി ചെയ്യാൻ സാധിക്കും. ആ 2000 വാഹനങ്ങൾ കൂടി നിലയ്ക്കലിൽ ക്രമീകരിക്കാൻ പറ്റിയാൽ ഈ പറയുന്ന എരുമേലിയിലും കോട്ടയത്തൊന്നും പിടിച്ചിടേണ്ടി വരില്ല. പോലീസിനെ സംബന്ധിച്ച് നമ്മളിങ്ങനെ വിമർശിക്കുമ്പോഴും അങ്ങനെ ഏതെങ്കിലും ഭക്തരെ അപ്പുറത്തേക്ക് പെരുമാറിയാൽ പിന്നെ ഒരു മനുഷ്യാവകാശ ധ്വംസനവും ലംഘനമൊക്കെ ആയില്ലേ? പോലീസിനും അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടല്ലേ ഇതൊക്കെ ക്രമീകരണം നടത്താൻ പറ്റൂ? എല്ലാവരും മനുഷ്യരല്ലേ? മനുഷ്യന് സാധ്യമാകുന്ന പ്രവർത്തനങ്ങളെല്ലാം പോലീസ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശബരിമലയിലെ തിരക്ക് ക്രമീകരിക്കാൻ ഇടത്താവളങ്ങളിൽ നിയന്ത്രണം അനിവാര്യമെന്ന് ADGP MR അജിത് കുമാർ. ശബരിമലയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അപ്പുറമാണ് തിരക്ക്. ദർശനത്തിനെടുക്കുന്ന സമയമാണ് പ്രശ്നമെന്നും MR അജിത് കുമാർ പറഞ്ഞു. നിങ്ങൾക്ക് തന്നെ അറിയാം, കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം വളരെയധികം ഭക്തജനങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. സ്ഥിരമായിട്ട് ശബരിമലയിൽ ഡ്യൂട്ടി ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളെപ്പോലത്തെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അറിയാം, വളരെയധികം ആൾക്കാർ ഇപ്രാവശ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാം, ഇൻസ്പൈറ്റ് ഓഫ് നമ്മുടെ ബെസ്റ്റ് എഫേർട്സ് നിങ്ങൾ കാണുന്നതാണ് വേണ്ടപടി ഇത്ര കയറ്റിയിട്ട് പോലും ഇപ്പോഴും ക്യൂ എന്ന് പറയുന്നത് ഏതാണ്ട് അപ്പാച്ചിമേട് വരെയാണ്. ഈ ശബരിമലയ്ക്ക് താങ്ങാൻ പറ്റുന്നതിനും അധികമായിട്ടാണ് ഇൻഫ്ലോ വരുന്നത്. നമ്മൾ പക്ഷേ കണ്ട പ്രശ്നം എന്ന് പറയുന്നത് ബുക്കിംഗ് ചെയ്ത ആൾക്കാർ കൂടാതെ ബുക്ക് ചെയ്യാത്തവരും അതുപോലെ തന്നെ മുൻ ദിവസങ്ങൾ ബുക്ക് ചെയ്ത ആൾക്കാർക്ക് വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചയക്കാൻ സാധിക്കാത്തതുകൊണ്ട് അവരെയൊക്കെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യണം. നമ്മുടെ ക്യാരിയിങ് കപ്പാസിറ്റിക്ക് ബിയോണ്ട് ആയിട്ടാണ് ഇപ്പോൾ ക്രൗഡ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്യൂവിൻ്റെ ടെയിൽ താഴോട്ട് പോവുകയും ഭക്തന്മാർക്ക് കൂടുതൽ സമയം ക്യൂവിൽ നിൽക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം. ഈ നിലയിൽ ഇപ്പോൾ ഈ രീതിയിൽ കഴിഞ്ഞ അടുത്ത ജനുവരി 12 വരെ ദേവസ്വം ബോർഡ് റിലീസ് ചെയ്ത വെർച്വൽ ക്യൂവിൻ്റെ ഡീറ്റെയിൽസ് അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ബുക്കിംഗാണ് 80,000. ആ ഫുൾ ബുക്കിംഗ് പ്ലസ് ബുക്കിംഗ് ഇല്ലാത്ത ആൾക്കാരെ കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് കഴിഞ്ഞ 10 ദിവസങ്ങളുള്ളതുപോലെ തന്നെ ഏതാണ്ട് 1,00,000 മേലെ ആൾക്കാർ സന്നിധാനത്തിൽ എത്തുന്നുള്ളതാണ് കണക്കുകൾ. പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിന് പിന്നാലെ തുടർ നീക്കത്തിന് BJP. അടുത്ത മാസം കേരളത്തിലെത്തുന്ന പ്രധാനമന്ത്രി ക്രൈസ്തവ സഭാ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. വേദി തൃശൂർ തെരഞ്ഞെടുത്തതിൽ തന്നെ ചില സാധ്യതകൾ BJP മുന്നിൽ കാണുന്നുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇന്ത്യ സന്ദർശനം അടുത്ത വർഷം നടക്കാനിരിക്കെ ഇതും ക്രൈസ്തവ സഭയുമായുള്ള ബന്ധം ദൃഢമാക്കാനുള്ള അവസരമാക്കാനാണ് BJP ആലോചിക്കുന്നത്. VV അരുണിന്റെ റിപ്പോർട്ടിലേക്ക്. ക്രൈസ്തവ സഭാ നേതൃത്വത്തെയും വിശ്വാസികളെയും ഒപ്പം നിർത്താനുള്ള ശ്രമം രാജ്യ തലത്തിൽ തന്നെ BJP കഴിഞ്ഞ കുറേ നാളുകൾ നടത്തുകയാണ്. സംസ്ഥാനത്തും കേരളത്തിലും പ്രത്യേകിച്ചും അതിനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തന്നെ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശ്ശൂർ സന്ദർശനം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കമായി വിലയിരുത്താം. കാരണം തൃശ്ശൂരാണ് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പ്രതീക്ഷ BJP അർപ്പിക്കുന്ന, BJP പ്രതീക്ഷയോടെ കാണുന്ന ലോക്സഭാ മണ്ഡലം. തിരുവനന്തപുരമായിരുന്നു കഴിഞ്ഞ കുറേ നാളുകൾ വരെ, ഒരുപക്ഷെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട മണ്ഡലം. അത് മറികടന്നുകൊണ്ട് തൃശ്ശൂർ ഇത്തവണ ഏറ്റവും പ്രതീക്ഷയോടെ BJP കാണുന്നു. സുരേഷ് ഗോപി എന്ന സ്ഥാനാർത്ഥിയിലൂടെ തൃശ്ശൂർ പിടിച്ചെടുക്കാം. അങ്ങനെ പിടിച്ചെടുക്കാൻ നിൽക്കുമ്പോൾ അവർക്ക് ഏറ്റവും ആവശ്യമായുള്ളത് അവർ ക്രൈസ്തവ സഭാ വിഭാഗത്തിൻ്റെ, ആ മതത്തിൽ വിശ്വസിക്കുന്ന ജനങ്ങളുടെ പിന്തുണയാണ്. അതിന് ക്രൈസ്തവ വിഭാഗങ്ങളുമായി കൂടുതൽ അടുക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമാണ്
നരേന്ദ്രമോദിയുടെ തൃശൂർ സന്ദർശനം. അവിടെ ക്രൈസ്തവ സഭാ നേതൃത്വവുമായും നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് നേരത്തെയും പല പരീക്ഷണങ്ങൾ BJP പല നേതാക്കളെ കൊണ്ടുവരികയും ചില മുന്നണി ബന്ധത്തിലൊക്കെ ഏർപ്പെടുകയും ചെയ്തെങ്കിലും ക്രൈസ്തവ സഭാ നേതൃത്വങ്ങളുമായി അത്രയധികം അടുക്കാനും അവരുടെ വോട്ട് നേടുന്ന തരത്തിലേക്ക് ആ ബന്ധം വളർത്താനും BJPക്ക് കഴിഞ്ഞിരുന്നില്ല. അത് മറികടക്കുകയാണ്, ആ പരിമിതി മറികടക്കുകയാണ് BJPയുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനുവേണ്ടി പ്രധാനമന്ത്രിയുടെ സന്ദർശനം അവർ ഉപയോഗിക്കും. ദേശീയ തലത്തിലും അത്തരം നീക്കങ്ങൾ സജീവമാണ് BJPയുടെ ഭാഗത്തുനിന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്നലത്തെ ക്രിസ്മസ് വിരുന്ന്, അതുപോലെ തന്നെ BJP നേതാക്കളുടെ ക്രൈസ്തവ ദേവാലയ സന്ദർശനം, മാർപ്പാപ്പ ഇന്ത്യയിലേക്ക് വരുന്നു, അത് വലിയൊരു അവസരമായി BJP കാണുന്നു. മാർപ്പാപ്പയെ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവമായി മാറ്റാൻ BJP നേതൃത്വം ആഗ്രഹിക്കുന്നു. അതിൻ്റെ അലയൊലികൾ ഇവിടെ കേരളത്തിലും ഉണ്ടാകും. അതിലൂടെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാം തന്നെയാണ് പ്രതീക്ഷ. സംസ്ഥാനത്ത് BJP നേതൃത്വം നടത്തിയ സ്നേഹയാത്രയൊക്കെ ഇതിൻ്റെ ഭാഗമായിരുന്നു. അങ്ങനെ ക്രൈസ്തവ വിഭാഗങ്ങളുമായി എടുക്കാനുള്ള ഓരോ വഴിയും BJP പുതുതായി കാണുകയാണ്. അവിടേക്ക് പ്രധാനമന്ത്രിയുടെ വരവ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റായി മാറും. ക്രൈസ്തവർക്ക് നേരെ ഏറ്റവും കൂടുതൽ അക്രമം നടന്ന വർഷമാണ് 2023 എന്ന് VD സതീശൻ. എന്നിട്ടാണ് BJP ക്രിസ്മസ് കേക്കുമായി ഇറങ്ങിയത്. ആട്ടിൻ തോലിട്ടവരെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടെന്നും സതീശൻ പറഞ്ഞു. BJP ഇപ്പോൾ ക്രിസ്മസ് ആയിട്ട് എല്ലാവരുടെയും വീട്ടിൽ കേക്കായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷം നടന്നത് ഈ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണം നടന്ന വർഷമാണ്. നവംബർ 30 വരെ 684 ക്രൈസ്തവരെയാണ് ആക്രമിച്ചിട്ടുള്ളത്. മണിപ്പൂരിൽ സംഘപരിവാർ കത്തിച്ചു കളഞ്ഞത് 254 പള്ളികളാണ്, മതസ്ഥാപനങ്ങളാണ്. ഇപ്പോൾ ഈ ക്രിസ്മസ് ആഘോഷവേളയിൽ സ്കൂളുകളിൽ ഒരിക്കലും ക്രിസ്മസ് ആഘോഷങ്ങൾ പാടില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്യാണ് സംഘപരിവാർ. രാജ്യവ്യാപകമായി മതപരിവർത്തന വിരുദ്ധ നിയമമുണ്ടാക്കി ക്രൈസ്തവരെ വേട്ടയാടുകയാണ്, ക്രിസ്മസ് ആരാധനകൾ തടസ്സപ്പെടുത്തുകയാണ്. എന്നിട്ട് കേരളത്തിൽ ആട്ടിൻ തോലിട്ട ചെന്നായെ പോലെ കേരളത്തിലെ BJP നേതാക്കന്മാർ ഈ അരമനകളിലും സാധാരണ ക്രൈസ്തവരുടെ വീടുകളിലേക്കും കയറി ചെല്ലുകയാണ്. കേരളത്തിലെ ക്രൈസ്തവർ അത് കൃത്യമായി അവർക്ക് ബോധ്യപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. BJPയും CPMും പരസ്പരം സഹായിക്കുകയാണെന്ന് VD സതീശൻ. ലാവ്ലിൻ കേസ് എടുക്കുമ്പോൾ CBI വരാത്തത് എന്തുകൊണ്ടാണ്? കുഴൽപ്പണ കേസിൽ സുരേന്ദ്രനെയും രക്ഷപ്പെടുത്തി. BJPയും CPMും തമ്മിലാണ് ധാരണയെന്നും സതീശൻ വിമർശിച്ചു. BJPയുമായി ഒത്തുചേർന്ന് SNC ലാവ്ലിൻ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കഴിഞ്ഞ എത്രയോ വർഷമായി നടത്തുന്ന സമരം 38 പ്രാവശ്യമാണ് SNC ലാവ്ലിൻ കേസ് മാറ്റിവെച്ചത്. അതെടുക്കുമ്പോൾ CBI വക്കീൽ വരാത്തതെന്താ? കേന്ദ്ര സർക്കാരിന്റെ വക്കീൽ വരാത്തതെന്താ? നിങ്ങളല്ലേ സൗഹൃദം? മുഖ്യമന്ത്രിയും ഞാനും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ മുഖ്യമന്ത്രിയുടെ സഹായത്തിനെത്തിയത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. മുഖ്യമന്ത്രിയുടെ അതേ വാക്കുപയോഗിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മരുമോൻ മന്ത്രി സംസാരിച്ച അതേ വാചകങ്ങൾ ഉപയോഗിച്ചാണ് BJP സംസ്ഥാന പ്രസിഡന്റ് എന്നെ കടന്നാക്രമിച്ചത്. ഇപ്പോൾ ഒരുമിച്ച കാരണം പരസ്പരം സഹായിക്കുകയാണ്. ഒരാളെ SNC ലാവ്ലിൻ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ, മറ്റൊരാളെ കുഴൽപ്പണ കേസിൽ നിന്ന് രക്ഷപ്പെടാനും വേണ്ടി പരസ്പരം അവരുമായിട്ട് ഒത്തുചേർന്ന് നിൽക്കുകയാണ്. സിനിമാ സംവിധായകനും നടനുമായ മേജർ രവി BJP സംസ്ഥാന ഉപാധ്യക്ഷൻ. കണ്ണൂരിൽ നിന്നുള്ള മുൻ കോൺഗ്രസ് നേതാവ് C രഘുനാഥ് ദേശീയ കൌൺസിലിലെത്തും. ഇരുവരെയും K സുരേന്ദ്രൻ നാമനിർദ്ദേശം ചെയ്തു. ധർമ്മടത്ത് പിണറായി വിജയനെതിരെ മത്സരിച്ച കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ C രഘുനാഥും മേജർ രവിയും കഴിഞ്ഞ ദിവസം ന്യൂഡൽഹിയിലെത്തിയാണ് BJPയിൽ ചേർന്നത്. ദേശീയ അധ്യക്ഷൻ JP നദ്ദയുമായി ഇരുവരും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സമസ്തയുടെ 100ാം വാർഷികം ആഘോഷിക്കാൻ AP വിഭാഗവും 3 വർഷം നീളുന്ന ആഘോഷ പരിപാടികൾ ഡിസംബർ 30-ന് കാസർഗോഡ് പ്രഖ്യാപിക്കും. സുന്നി ഐക്യം സ്വാഗതം ചെയ്യുന്നുവെന്ന് കാന്തപുരം AP അബൂബക്കർ പറഞ്ഞു. രാമക്ഷേത്ര ഉദ്ഘാടനം പങ്കെടുക്കുന്നത് സംബന്ധിച്ച് കോൺഗ്രസ് നിലപാട് പറയട്ടെയെന്നും കാന്തപുരം തങ്ങൾ പ്രതികരിച്ചു. ഉത്തരേന്ത്യയിൽ നാം ചെന്ന് നോക്കുമ്പോൾ അവിടെയെല്ലാം ജനങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മുസ്ലിം സമുദായം മതപരമായി ഉറങ്ങിക്കിടക്കുന്ന ഒരവസ്ഥ അവിടെ കാണാനുള്ള കാരണം അവിടെ നമ്മുടെ കേരളത്തെ പോലെ മതസംഘടന സജീവമായി പ്രവർത്തിച്ചില്ല എന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്ന കാരണം. എനിക്കുണ്ടായാൽ അത് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ അതിനുവേണ്ടി എപ്പോഴും പരിശ്രമിക്കുന്നു. ഇപ്പോഴും അതിന് പരിശ്രമത്തിൽ തന്നെയാണ്. അതിന് യാതൊരു മാറ്റവുമില്ല. ആ ഐക്യത്തിന് ഈ 100ാം വാർഷികവും അതിൻ്റെ പ്രഖ്യാപനവും ഒരിക്കലും തടസ്സം അല്ല. മറ്റ് സമുദായങ്ങളുടെ സംസ്കാരം ഇങ്ങോട്ട് പകർത്തൽ
ആവശ്യമില്ല. അതേസമയത്ത് ആഘോഷങ്ങളിൽ സൗഹൃദം എപ്പോഴും നടന്നു വരുന്നതാണ്. അതിന് യാതൊരു തടസ്സവും ഇന്നുവരെ ആരും പറഞ്ഞിട്ടുമില്ല. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കും. ഇന്നൊരു വിശേഷമുണ്ട്. വാർത്തകളിലേക്ക്. നവകേരള സദസ്സിൽ ആകെ ലഭിച്ചത് 6 ലക്ഷത്തിലധികം പരാതികൾ. മലപ്പുറത്ത് നിന്നാണ് ഏറ്റവും അധികം പരാതികൾ കിട്ടിയത്, 80,885. എന്നാൽ ഓരോ ജില്ലയിലും പരിഹരിച്ച പരാതികൾ എത്രയെന്ന കണക്ക് സർക്കാർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. 36 ദിവസങ്ങൾ നീണ്ട മന്ത്രിസഭയുടെ സംസ്ഥാന യാത്ര. ഏതാണ്ട് എല്ലായിടത്തും പതിനായിരങ്ങൾ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കാണാനെത്തി. പരാതികളുടെ കുത്തൊഴുക്ക് തന്നെയുണ്ടായി. കൃത്യമായി പറഞ്ഞാൽ 6,21,167 പരാതികൾ ഇതുവരെ ലഭിച്ചു. എറണാകുളത്തെ പര്യടനം 2 ദിവസം ബാക്കിയുണ്ട്. അപ്പോൾ കണക്കുകൾ വീണ്ടും ഉയരും. 16 നിയമസഭാ നിയോജക മണ്ഡലങ്ങളുള്ള മലപ്പുറത്ത് നിന്നാണ് ഏറ്റവും അധികം പരാതികൾ. രണ്ടാമതുള്ള പാലക്കാട്ട് നിന്ന് ലഭിച്ചത് 61,204 പരാതികളാണ്. തൃശൂർ 54,260, ആലപ്പുഴ 53,044, കൊല്ലം 50,938, കോഴിക്കോട് 45,897, കോട്ടയം 42,656, ഇടുക്കി 42,234, കണ്ണൂർ 28,584, പത്തനംതിട്ട 23,610, വയനാട് 18,823 എന്നിങ്ങനെയാണ് മറ്റു ജില്ലകളിൽ നിന്നുള്ള പരാതി കണക്ക്. പരാതി പരിഹാരം മോണിറ്റർ ചെയ്യാൻ ചീഫ് സെക്രട്ടറിയെയാണ് സർക്കാർ ചുമതലപ്പെടുത്തിയത്. ജില്ലകളിൽ കളക്ടർക്ക് പുറമെ മറ്റൊരു ഉദ്യോഗസ്ഥനും ചുമതല നൽകും. സ്പെഷ്യൽ ഓഫീസർമാരെ നിയമിച്ച് പരാതി പരിഹാരം വേഗത്തിലാക്കാനും ആലോചനയുണ്ട്. ജില്ലകളിലെ ചുമതലക്കാരുണ്ടാകും. ഓരോ വകുപ്പുകളും ആ വകുപ്പുകളുടെ കീഴിലുള്ള പരാതികളിൽ ഏതറ്റം വരെ പോയി പരിഹരിക്കാം എന്ന കാര്യങ്ങൾ പരിശോധിക്കും. നയപരമായ തീരുമാനങ്ങൾ വേണ്ട പരാതികളിൽ സർക്കാർ തീരുമാനമെടുക്കും. എന്നാൽ എറണാകുളം ഒഴികെയുള്ള ജില്ലകളിൽ നവകേരള സദസ്സ് പൂർത്തിയായെങ്കിലും ഓരോ ജില്ലയിലും പരിഹരിച്ച പരാതികളുടെ കണക്ക് ഇതുവരെയും സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. സമയബന്ധിതമായി പരാതി പരിഹരിക്കാൻ എല്ലാ നടപടിയും സ്വീകരിച്ചിട്ടുണ്ട് എന്നതിനപ്പുറം കൃത്യമായ മറുപടിക്ക് മുഖ്യമന്ത്രിയും തയ്യാറായിട്ടില്ല. മന്ത്രിസഭയുടെ കേരള പര്യടനത്തെ ജനം കണ്ടത് വലിയ പ്രതീക്ഷയോടെയെന്ന് ഈ പരാതി കണക്കുകൾ വ്യക്തമാക്കുന്നു. പക്ഷേ ആ പ്രതീക്ഷ കാക്കാൻ സർക്കാരിന് കഴിഞ്ഞോ എന്നതാണ് വിലപിടിപ്പുള്ള ചോദ്യം. പരിഹരിക്കുന്ന പരാതികളുടെ എണ്ണവും വേഗവുമാണ് പ്രധാനം. ഐശ്വര്യാനിൽ, ന്യൂസ് 18, തിരുവനന്തപുരം. നവകേരള സദസ്സിന് സംരക്ഷണം ഒരുക്കിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഗുഡ് സർവീസ് എൻട്രി നൽകാനുള്ള തീരുമാനം ക്രൂരമായ പരിഹാസമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. അറിയപ്പെടുന്ന ക്രിമിനലുകളുടെ അകമ്പടിയോടെയാണ് മുഖ്യമന്ത്രി സഞ്ചരിച്ചത്. ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും സതീശൻ പറഞ്ഞു. ക്രിസ്മസ് പിറ്റേന്ന് ഒരു സർപ്രൈസ് കാഴ്ചയിലേക്കാണ് ഉത്തർപ്രദേശിലെ അത്കോന ഗ്രാമം ഉണർന്നത്. വനത്തിൽ നിന്ന് ഗ്രാമത്തിലെത്തി ഒരു കടുവ. देखो भैया शेर देखो। खाली नौटंकी करते हैं। पीछे बाबा वीडियो नहीं दे बाबा ये ताऊ वीडियो में ताऊ പിലിഭിത്ത് ജില്ലയിലെ ടൈഗർ റിസർവ് വനത്തിൽ നിന്ന് രാത്രിയോടെയാണ് ഗ്രാമത്തിലെത്തിയത് കടുവ. ഗുരുദ്വാരയുടെ മതിലിൽ ഉറങ്ങിപ്പോയ കടുവയും കണ്ണു തുറന്നപ്പോൾ ഞെട്ടി. കടുവയെ കാണാൻ ചുറ്റും ജനക്കൂട്ടമായിരുന്നു. പ്രദേശത്ത് വല കെട്ടി വനംവകുപ്പ് സുരക്ഷാ വലയം തീർത്തിരുന്നു. പോലീസും സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. വനംവകുപ്പ് കടുവയെ സ്ഥലത്ത് നിന്ന് കൊണ്ടുപോയി. नहीं
जल्दी आ जा, बहुत जल्दी। नीचे उतर दे, मोबाइल छोड़ जाएंगे आप। शास्त्री जी नहीं बचाएंगे यहाँ। अरे प्रभु, 5 फुट पीछे हो जाएंगे तो उससे बच जाएंगे। अरे की बहस करनी है, अपन क्यों बहस करनी है? 2 अपनी ड्यूटी कर रहे हैं। 5 फुट पीछे हो गए तो ना बच जाना है।